തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി ബെയിലിൻ ദാസിന് ജാമ്യം. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കർശന ഉപാധികളോടെ ബെയിലിന് ജാമ്യം നൽകിയത്. കൂടുതൽ പ്രതികരണത്തിന് ഇല്ലെന്ന് മർദ്ദനമേറ്റ അഭിഭാഷക അഡ്വക്കേറ്റ് ഷാമിലി പ്രതികരിച്ചു. സലീം മാലിക്കൊണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. സലീം, പ്രോസിക്യൂഷൻ ജാമ്യം നൽകരുത് എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഈ വാദത്തിനിടെ ഉന്നയിച്ചതായിരുന്നു. പക്ഷേ കോടതി ജാമ്യം നൽകി. എന്തൊക്കെയാണ് ഉപാധികൾ? വിവരങ്ങൾ. ഉന്മേഷ്, കർശന ഉപാധികളോടെയാണ് ബെയിലിൻ ദാസിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ അതല്ലെങ്കിൽ 2 മാസത്തിനിടയിൽ ഈ കുറ്റകൃത്യം നടന്ന പരിധിയിലേക്ക് പ്രവേശിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധന. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് പ്രവേശന വിലക്കുണ്ട്. ഒപ്പം ഇരകളെയോ സാക്ഷികളെയോ ആരെയും സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധന കൂടി കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ വലിയ വാദങ്ങൾക്കൊടുവിൽ, അത് 2 ദിവസം നീണ്ട വാദങ്ങൾക്കൊടുവിലാണ് ഏറ്റവും ഒടുവിൽ ബെയിലിൻ ദാസിന് ജാമ്യം അനുവദിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തുന്നത്. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് പലതും പ്രധാനപ്പെട്ട വാദങ്ങളായിരുന്നു. ഒന്ന്, നിയമം അറിയാവുന്ന, നിയമത്തെക്കുറിച്ച് വലിയ ധാരണയുള്ള ആളാണ് പ്രതി. എന്നിട്ടും ഈ കുറ്റകൃത്യം ചെയ്തെങ്കിൽ അതിന് പിന്നാലെ വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ആവർത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, നിയമം അറിയാവുന്നത് കൊണ്ട് തന്നെ സാക്ഷികളെയും ഇരയെപ്പോലും സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലൊരു ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് സമൂഹത്തിന് മോശം സന്ദേശം നൽകുമെന്നതുൾപ്പെടെയുള്ള വാദങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അതേസമയം മർദ്ദനം ഏകപക്ഷീയമല്ലായിരുന്നു, തനിക്ക് തിരികെയും മർദ്ദനം ലഭിച്ചു എന്നുള്ളതാണ് പ്രതിഭാഗത്തിൽ നിന്നും ഉയർന്ന പ്രധാനപ്പെട്ട വാദം. അങ്ങനെ ഈ കർശനമായ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കോടതി ജാമ്യം അനുവദിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ അപ്പോഴും ഈ കർശന ഉപാധികൾ നിലവിലുണ്ട്. നിലവിൽ ഇതുവരെ ഈ പൂജപ്പുര ജയിലിൽ നിന്നും ബെയിലിൻ ദാസ് പുറത്തിറങ്ങിയിട്ടില്ല. അവിടെയൊക്കെ കോടതിയിൽ നിന്നുള്ള ഉത്തരവെത്തിക്കാനുള്ള കാലതാമസമാണ് ഇപ്പോൾ നേരിടുന്നത്. കോടതിയിൽ നിന്ന് ജയിലിലേക്ക് ഉത്തരവെത്തിച്ചാൽ ഉടൻ തന്നെ പൂജപ്പുരയിൽ നിന്ന് ബെയിലിൻ ദാസ് പുറത്തിറങ്ങും. അതിനുശേഷം അദ്ദേഹം എന്താണ് പ്രതികരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അതിനിടയിൽ ക്രൂരമർദ്ദനമായിരുന്നു യുവ അഭിഭാഷകയ്ക്ക്, സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവ അഭിഭാഷകയ്ക്ക് നേരിടേണ്ടി വന്നത്. അതിന് മുൻപും തന്നെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. താൻ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് പോലും മർദ്ദനമേറ്റിട്ടുണ്ട് ബെയിലിൻ ദാസിൽ നിന്ന് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ കൂടി ആ യുവതി നടത്തുകയും ചെയ്തിരുന്നു. വിധി വന്നതിന് പിന്നാലെ ഇനിയൊന്നും പ്രതികരിക്കാനില്ല എന്നുള്ളതായിരുന്നു പരാതിക്കാരിയുടെ പ്രധാനപ്പെട്ട പ്രതികരണം. ഉന്മേഷ്, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഇതുവരെ ബെയിലിൻ ദാസ് പുറത്തിറങ്ങിയിട്ടില്ല. ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും അല്പസമയത്തിനകം കോടതി ഉത്തരവ് ജയിലിൽ ലഭിക്കുന്ന മുറയ്ക്ക് പുറത്തിറങ്ങുകയും ചെയ്യും.